മന്ത്രി ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ കണ്ടതിൽ UDFിൽ അമർഷം ശക്തമാകുന്നു. വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ വീട്ടിൽ പോയി കാണേണ്ട ഒരു സാഹചര്യവുമില്ലെന്നും മന്ത്രി നിലപാട് തിരുത്തണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ ആവശ്യപ്പെട്ടു. കൂടിക്കാഴ്ചയിൽ ദുരൂഹതയുണ്ടെന്നും മൈക്രോ ഫിനാൻസ് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി സംശയിക്കുന്നതായും യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി CK ഷാക്കിർ പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുഷാർ വെള്ളാപ്പള്ളിയെ സന്ദർശിച്ചതിലും വിമർശനമുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ മന്ത്രി ബിന്ദു കൃഷ്ണ വീട്ടിൽ പോയി സന്ദർശിച്ച സംഭവത്തിൽ വലിയ അമർഷമാണ് UDFിൽ പോകുന്നത്. യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും പരസ്യമായി തന്നെ മന്ത്രിയുടെ നടപടിയെ വിമർശിച്ചു. മന്ത്രിയുടെ നടപടി തെറ്റാണെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ മന്ത്രി തിരുത്തിയേ മതിയാകുമെന്നും പറഞ്ഞു. അങ്ങനെയുള്ള ഒരാളെ എന്തിന് കാണണം? അത് കണ്ട ശരിയായില്ല എന്നത് മന്ത്രി തന്നെ തുറന്നു പറയുന്നതാണ് അതിൻ്റെ മാന്യത, മര്യാദ. സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകന്മാരെയും UDF പ്രവർത്തകന്മാരെയും അപമാനിക്കുന്നത് തുല്യമാണ്. അതിൻ്റെ പേരിൽ അവർ രാജിവെക്കണമെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷേ അതിലൊരു തിരുത്ത് അനിവാര്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ട് ഒരു ഈഴവനും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തില്ലെന്നും ഈ യാഥാർത്ഥ്യം നേതൃത്വം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ തിരിച്ചടി വലുതായിരിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാവും കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലറുമായ റിജിൽ മാക്കുറ്റി ഫേസ്ബുക്കിലൂടെ വിമർശിച്ചു. വെള്ളാപ്പള്ളിക്കെതിരെ മൈക്രോ ഫിനാൻസ് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണോ സന്ദർശനത്തിന് പിന്നിലെന്ന സംശയം കൂടി ഉന്നയിക്കുകയാണ് യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി CK ഷാക്കിർ. ഇവർ നടത്തുന്ന കൂടിക്കാഴ്ച ഈ കേസ് അട്ടിമറിക്കാനുള്ളതാണോ എന്ന് സ്വാഭാവികമായി സംശയിക്കുന്നുണ്ട്. അത് ഫിനാൻസ് തട്ടിപ്പുണ്ട്, അതേപോലെ വർഗീയ വിദ്വേഷ പ്രചരണങ്ങളുണ്ട്. അതിനൊക്കെ രാജ്യത്തെ നിയമം എന്താണോ ആ നിയമം അനുസരിച്ച് സത്യസന്ധമായ അന്വേഷണം നടത്തി കുറ്റക്കാരനാണെങ്കിൽ ജയിലിൽ കിടക്കേണ്ട വ്യക്തിയാണ് ഇദ്ദേഹം എന്നാണ് നമ്മളൊക്കെ സംശയിക്കുന്നത്. സന്ദർശനത്തെക്കുറിച്ച് മന്ത്രി ബിന്ദു കൃഷ്ണ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുഷാർ വെള്ളാപ്പള്ളിയെ സന്ദർശിച്ചതിലും UDFിൽ അമർഷമുണ്ട്. NDAയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയുടെ നേതാവിനെ സമുദായ നേതാവായി കാണാൻ കഴിയില്ലെന്നും തുഷാർ സാമ്പത്തിക കുറ്റവാളി കൂടിയാണെന്നും കോൺഗ്രസ് നേതാവ് അനൂപ് വിയാർ ഓർമ്മപ്പെടുത്തുന്നു. മലപ്പുറം ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.